ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടോക്കൺ പേയ്മെൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കോളേജ് നഷ്ടമാകാതിരിക്കാൻ നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ടോക്കൺ പേയ്മെൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഹോം പേജ് നമുക്ക് എങ്ങനെയാണ് ടോക്കൺ പേയ്മെൻറ്റ് നോക്കാം. നിങ്ങളുടെ ഹോം പേജ് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലോട്ടഡ് ആയിട്ടുള്ള കോളേജ് ഏതാണെന്നും അതുപോലെ തന്നെ GNM ANM 2 കോഴ്സുകളുണ്ട്, അതിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നും അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺ പേയ്മെൻ്റ് ആയിട്ട് എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നും നിങ്ങളുടെ ഹോം പേജിൽ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ടോക്കൺ പേയ്മെൻറ്റ് എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കറക്റ്റായിട്ട് വായിച്ച് നോക്കാം. നിങ്ങളുടെ ഷെഡ്യൂൾഡ് ബാങ്ക് ശാഖകളിലോ ഓൺലൈനിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോക്കൺ ഫീസ് അടയ്ക്കാവുന്നതാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് രസീത് ലഭിക്കും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്ന് ലഭിക്കുകയോ ചെയ്യും എന്നിവർ പറയുന്നുണ്ട്. നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ട്യൂഷൻ ഫീസ് സ്ലിപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. പിന്നീട് ബാങ്കിൽ പോയി ഫീസ് അടയ്ക്കണം. സ്ലിപ്പിൽ എന്തുണ്ടായിരിക്കണം, ബാങ്കിൻ്റെ മുദ്ര ഉണ്ടായിരിക്കണം. ഇത് കോളേജിൽ നിങ്ങൾ ചേർക്കുമ്പോൾ ഹാജരാക്കുകയും വേണം. നിങ്ങൾ ട്രഷറി വഴിയോ ആയിരിക്കും നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരാം. അത് നിങ്ങളുടെ അടുത്തുള്ള ഡയറക്റ്റ് അക്ഷയയിൽ ഒന്ന് കോൾ ചെയ്ത് ചോദിക്കുക. അവിടെ ചില അക്ഷയയിൽ ടോക്കൺ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ഡയറക്റ്റ് കോൾ ചെയ്ത് ചോദിക്കുക. SC ST OEC സ്റ്റുഡൻസിനോ നമ്മളുടെ ടോക്കൺ പേയ്മെൻ്റ് ആയിട്ട് വരാൻ 100 രൂപയാണ്. നിങ്ങൾ ഒരു നിശ്ചിത തീയതി കിട്ടിയിട്ടുണ്ടായിരിക്കും ടോക്കൺ പേയ്മെൻറ്റ് ചെയ്യാനും. അപ്പോൾ ആ തീയതിക്കുള്ളിൽ നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള അലോട്ടഡ് ആയിട്ടുള്ള കോളേജ് നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ റെഗുലർ അലോട്ട്മെൻറ്റുകൾ പങ്കെടുക്കാൻ കഴിയുന്നതല്ല. റെഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ 2 റെഗുലർ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് ഓൾറെഡി വന്നു. ഇനി റെഗുലറായി കിടക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടോക്കൺ പേയ്മെൻറ്റ് ചെയ്തില്ല, അപ്പോൾ നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള കോളേജ് നഷ്ടവും, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലൊക്കെ അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വേക്കൻസീസ് ആയിട്ടുള്ള സീറ്റ് ഫില്ല് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും. ടോക്കൺ പേയ്മെൻറ്റിൻ്റെ നിരക്ക് ഇവർ പറയുന്നുണ്ട്. SC ST OEC സ്റ്റുഡൻസ് 100 രൂപയാണ് ഇളവ് ലഭിക്കുന്ന റിസർവേഷനുള്ള കാറ്റഗറീസാണ് അവർ. ഫീ കൺസെഷനുള്ള കാറ്റഗറി. മറ്റ് വിദ്യാർത്ഥികൾ എന്ന് പറയാൻ ജനറൽ സ്റ്റുഡൻസാണ് അവർ പറയുന്നത്. 500 രൂപയാണ് നിങ്ങൾക്ക് ടോക്കൺ പേയ്മെൻറ്റ് ചെയ്യാം. ഇവിടെ പ്രധാനപ്പെട്ട മറ്റ് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കാം. നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞ് നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ചെക്ക് മുതലായവയിലൂടെ അടയ്ക്കുന്ന ടോക്കൺ പേയ്മെൻ്റ് ഒന്നും അവർ സ്വീകരിക്കുന്നതല്ല പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടോക്കൺ ഫീ അടച്ച കുട്ടികളുടെ ലിസ്റ്റ് അവർ LBS സെൻറ്റർ kerala.gov എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യാം, ആ ലിസ്റ്റിൽ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് അടച്ച വിദ്യാർത്ഥിയാണെങ്കിൽ, സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ അവർ പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലേ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. അതിൽ നിങ്ങളിപ്പോൾ ടോക്കൺ പേയ്മെൻറ്റ് അടച്ചൊരു കുട്ടിയാണ്, പക്ഷേ അതിൽ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിലോ LBSൻ്റെ സെൻറ്റർ ഡയറക്ടറുടെ ഓഫീസായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടണമെന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷനുകൾ നീക്കം ചെയ്യാനോ, അതായത് എഡിറ്റിങ്, റീഅറേഞ്ച്മെൻറ്റ് എല്ലാം പോസിബിളാണ്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു 4ാമത്തെ ഒരു കോളേജ് കിട്ടി, അതായത് ഫസ്റ്റ് തന്നെ 4ാമതൊരു കോളേജ് കിട്ടിയെന്ന് വിചാരിക്കാം.
നാലാമെന്നുള്ള കോളേജ് കിട്ടിയാലും നിങ്ങൾക്ക് താഴോട്ടുള്ള കോളേജ്, അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കിട്ടിയത് അതിൻ്റെ താഴോട്ടുള്ള കോളേജുകളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നതാണ്, റിമൂവ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ താഴോട്ടുള്ള കോളേജുകളെല്ലാം റിമൂവ് ആയി. നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുള്ള കോളേജായിരിക്കും നിങ്ങൾ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ കോളേജ് തന്നെ അലോട്ടഡ് ആയ ബാക്കിയുള്ള കോളേജുകളെല്ലാം റിമൂവ് ആയി പോകുന്നതാണ്. അതായത് മുകളിലോട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് എഡിറ്റിംഗ് ഒക്കെ പോസിബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ചും ടോക്കൺ പേയ്മെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, പക്ഷേ നിങ്ങൾക്ക് അത് ഇഷ്ടമായില്ല. നിങ്ങൾക്ക് എത്രാമത് വെച്ചൊരു 10ാമതൊക്കെ വെച്ചൊരു കോളേജാണ് കിട്ടിയതെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് അത് പോകാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ പേയ്മെൻറ്റ് അടച്ചിടണം. എന്നാൽ നിങ്ങൾക്ക് ആ കോളേജ് ഫസ്റ്റ് അലോട്ടഡ് ആയിട്ടുള്ള കോളേജ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് പോവില്ല, എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള GNMൻ്റെയും മറ്റു കോഴ്സുകളുടെ ന്യൂ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.